പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ. അല്ല നിങ്ങളുടെ പാർട്ടിയിൽ അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. സത്യം പറയുമ്പോ ദേഷ്യം വരും മിസ്റ്റർ. തോറ്റു തുന്നം പാടിയവർക്കും വീണ്ടും തോക്കുമെന്ന് ഉറപ്പായവർക്കും ദേഷ്യം താനേ വരും. ബഹുമാനപ്പെട്ട ബിജെപിയുടെ കക്ഷി നേതാവ് സംസാരിച്ചപ്പോ മറുപടി പറയണമല്ലോ. അസംബ്ലിയിലെ റെക്കോർഡിംഗ് കിടക്കാണ്. ഞാൻ പറഞ്ഞാണല്ലോ ഒരു കൈപ്പഴ പറ്റിപ്പോയി. എടാ ബഹുമാനപ്പെട്ട ബിജെപി അതാണ് നിങ്ങളല്ല പറഞ്ഞു. 63 സീറ്റുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ് അധികാരത്തിൽ. 63 സീറ്റ്. ഇത് തമ്മിത്തല്ലി പിളരും, പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. ശരി, 3 നേതാക്കന്മാരാണ് നിങ്ങൾ ജയിച്ചു വന്നത്. നിങ്ങൾ 3 പേരും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ അല്ലേ? എല്ലാരും വിളിച്ചു. 2 സീനിയർ നേതാക്കന്മാര് ഒരാള് 2ാമത്തെ ബെഞ്ചിലും ഒരാള് 3ാമത്തെ ബെഞ്ചിലും ഇരുത്തിയിട്ടാണ് അങ്ങ് വന്ന് മുൻസീറ്റിലിരിക്കുന്നത്. ഭയങ്കര യോജിപ്പായതുകൊണ്ടാണല്ലോ. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അതിപ്പോ CPM കോൺഗ്രസിൽ ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നമാണ്. സാറേ ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് പോവാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഹം ഏക് പരിവാർ ഹേ. CPM-ൽ എല്ലാം ശാന്തമാണല്ലോ അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? എന്താ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാമെന്ന്. സാർ ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോ എന്നെ ആരും ചോദ്യം ചെയ്തില്ല പാർട്ടിയിൽ. അത് നാട്ടുകാർ ചെയ്തോളൂ. പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ. അല്ല നിങ്ങളുടെ പാർട്ടിയിൽ അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. 2 സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒരു സിംഹം ആരെന്ന് മനസ്സിലായി. ആരപ്പാ മറ്റേ സിംഹം? എലി ആരെങ്കിലും സിംഹം എന്ന് വിളിക്കൂ? പല്ലു കൊഴിയാറായ സിംഹത്തെ ചിലപ്പോ എലിയെന്ന് വിളിച്ചെന്നിരിക്കും. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. എന്നിട്ട് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ട് ഇതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ മോഹിച്ച് നിൽക്കണ്ട കേട്ടോ. മുദ്ര മാത്രമല്ല തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. അടി അടി പുറകെ ഞങ്ങളുണ്ട്. അടി ഒത്തില്ല ഒത്തില്ല. സാർ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. ഗാലറി നമുക്ക് എതിരാണല്ലോടാ പറയുന്നത് അങ്ങാണ്. അങ്ങെന്ന് പറഞ്ഞാൽ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാനിവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഞാനത് ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? അപ്പുറത്തുള്ള അംഗങ്ങൾ സംസാരിച്ചതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ പാർട്ടി, എന്റെ മുന്നണിയാണ്. എന്റെ പാർട്ടിയെ കുറിച്ചും എന്റെ മുന്നണിയെ കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നന്ദി, നമസ്കാരം.